ഹായ് ഹലോ ദ ജാപ്പനീസ് മെല്ലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഉത്രാട ദിവസമാണ്. അപ്പം നമ്മൾ ജപ്പാനിൽ വന്നിട്ടും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണമാണിത്. അപ്പോൾ ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോക്കിയോയിലേക്ക് ഇറങ്ങിയതാണ്. ടോക്കിയോയിലെ ഷിൻജുക്കുവിലുള്ള ഏഷ്യൻ മാർക്കറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കാര്യം ഒരുപാട് നടക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വിപുലമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെങ്കിലും ഇവിടെ ഉള്ളത് എന്തൊക്കെയാണോ അതൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഒരു ചെറിയ മിനിമലായിട്ടൊരു സദ്യ ആണ് എൻ്റെ മനസ്സിലെ പ്ലാൻ. ഇതാണ് ടോക്കിയോയിലെ ഏഷ്യൻ മാർക്കറ്റ്. ഏഷ്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ, നേപ്പാൾ, ചൈന, തായ്ലൻഡ് എന്നിവിടങ്ങളിലെ ഷോപ്പുകളാണ് ഇവിടെ കൂടുതലായും കാണുന്നത്. ഇവിടെ തലശ്ശേരിക്കാർ നടത്തുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ സാധാരണ മന്ത്ലി ഗ്രോസറീസ് ഒക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാറ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ഓണത്തിൻ്റെതായ സാധനങ്ങളുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഓണം വൈബടിച്ച് നമ്മളിവിടെ വന്നപ്പോഴേക്കും സാധനങ്ങളൊക്കെ കുറച്ച് തീർന്നതായി തോന്നി. ആൾക്കാരൊക്കെ നേരത്തെ വന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് പോയ ലക്ഷണമായിരുന്നു. പപ്പടം കണ്ടു, മുരിങ്ങക്കായ കണ്ടു. അപ്പോൾ നമുക്ക് അവിയൽ വെക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം എടുത്തു. കാര്യം മുരിങ്ങയ്ക്കൊക്കെ ഇവിടെ ഓണം സീസൺ അടുപ്പിച്ചൊക്കെ കിട്ടത്തുള്ളൂ, ഓണം, വിഷു അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് കറിവേപ്പിലയും കൂടെ എടുത്തു. ഫ്രഷ് കറിവേപ്പിലയും നമുക്കങ്ങനെ കിട്ടാനില്ലാത്ത സാധനമാണ്. പിന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും മെയിൻ ഐറ്റം പായസം മിക്സ്, ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് ആണ്. അത് നമ്മൾ 2 പേർ എടുത്തു. പിന്നെ ഈ കാണുന്നതെല്ലാം ഇന്ത്യയിൽ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അച്ചാറും പിന്നെ കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എല്ലാം ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ്. സാധാരണ ഇവിടുത്തെ ഒരു ജാപ്പനീസ് സൂപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ നമ്മൾ ഫെമിലിയർ അല്ലാത്ത പല പ്രോഡക്ട്സുമാണ് കാണുന്നത്. ഭയങ്കര കളർഫുള്ളാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പലതിൻ്റെയും പേരും ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കടയിൽ കയറിയ ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു. ഇനി നമുക്ക് മെയിൻ ഐറ്റമായിട്ടുള്ള വാഴയിലയും പിന്നെ കറിക്കായും കൂടെയാണ് കിട്ടാനുള്ളത്. വാഴയിലൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ലാസ്റ്റ് സമയമായതുകൊണ്ട് വാഴയില എങ്ങൊന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ലെന്നാണ് അവർ പറഞ്ഞത്. എന്നാലും ഒരു വാഴയില ഒപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ തുടർന്നു. വാഴയില ഇല്ലാതെ എന്താണോ അല്ലേ നമ്മൾ മലയാളികൾക്ക്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് നടന്ന ഒരാളെ കിട്ടി. കറി ബനാന അതും വാങ്ങിച്ചു. അതിൻ്റെ റേറ്റൊക്കെ കണ്ടാൽ ദൈവമേ കണ്ണ് തള്ളിപ്പോവും. ഈ കടയിൽ നിന്നൊരു ഹിന്ദിക്കാരി ചേച്ചിയോട് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു കുറച്ചങ്ങോട്ട് നടന്ന ഒരു കടയിൽ വാഴയില കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ കടയും തപ്പി നടന്നു. ഈ കടയിൽ വന്നപ്പോൾ ഇവിടെ വാഴയിൽ എന്തായാലും കാണുന്ന എനിക്ക് മനസ്സിലായി. കാര്യം മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. മാങ്ങയൊന്നും ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല. അവസാനം തോന്നക്കൽ പഞ്ചായത്തിലെ എല്ലാ കടകളും അരിച്ചു ഇറക്കി നമുക്ക് നമ്മുടെ സാധനം കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അത് നമ്മൾ ലാപ്ടോപ്പ് ബാഗിൻ്റെ അകത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. ഈ സ്ട്രീറ്റിൽ വേറെയും കടകളുണ്ട്. അപ്പോൾ ഒരു ഗിറ്റാറിൻ്റെ കട കണ്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു ഡിസ്പ്ലേയിൽ അതൊക്കെ വെച്ചിരിക്കുന്ന കാണാൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് അംബിക എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റിലേക്കാണ്. ഇത് ഇവിടുത്തെ ഒരു ബ്രാൻഡാണ്. ഇന്ത്യൻ സ്പൈസസും ഗ്രോസറീസും ഒക്കെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അച്ചാറൊക്കെ കിട്ടും. അംബികയുടെ അച്ചാർ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. സാധാരണ നമ്മുടെ വീഡിയോയിൽ ഇന്ത്യൻ ആൾക്കാരെ അങ്ങനെ കാണാൻ കിട്ടാറില്ല, മുഴുവൻ ജപ്പാൻകാരായിരിക്കും. ഈ സ്ട്രീറ്റിൽ വന്നപ്പോൾ നമുക്ക് കുറേ ഇന്ത്യക്കാരെ കാണാൻ പറ്റി, പ്രത്യേകിച്ച് മലയാളികളെ. ഇവിടെ നമ്മൾ ആദ്യം പോയെടുത്തേക്കാളും കുറച്ച് സാധനങ്ങൾ അധികം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് നമ്മൾ മെയിനായിട്ട് കേരള റൈസും കുറച്ച് ശർക്കരയും പിന്നെ ഒരു കുപ്പി മാങ്ങ അച്ചാറും വാങ്ങിച്ചു. നമ്മുടെ നാട്ടിലെ 10 രൂപയുടെ പാർലേജി ബിസ്ക്കറ്റും ബോംബോൺ ബിസ്ക്കറ്റും എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ കപ്പലണ്ടി മിഠായി, പിന്നെ ഫോൺ പപ്പടി, മുറുക്ക് എല്ലാം ഇവിടെ ഉണ്ട്. ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് അതിൻ്റേതായ റേറ്റും ഇതിനൊക്കെ ഉണ്ട്. ജപ്പാനിൽ നാട്ടിൽ നിന്ന് വരുന്ന ഇതേപോലുള്ള ഫ്രോസൺ ഫുഡ് ഐറ്റംസും അവൈലബിൾ ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫുള്ള് തേങ്ങ കൈകൊണ്ടെടുക്കുന്നത്. ഞാൻ ഇതുവരെ തേങ്ങ കണ്ടിട്ടേ ഇല്ല ഇവിടെ ഷോപ്സിലെങ്ങും. അതുപോലെ തന്നെ ബീട്രൂട്ട് സാധാരണ കടകളിലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ നാട്ടിൽ കിട്ടുന്ന നോർത്ത് ഇന്ത്യൻ സ്വീറ്റിൻ്റെ ഐറ്റംസ് അതും ഇവിടെ ഞാൻ കണ്ടു. കുറച്ച് ഗുലാബ് ജാമും സമൂസയും, വലിയ സമൂസയൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഓണത്തിൻ്റെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മളിനി വീട്ടിലോട്ട് പോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നാളത്തെ സദ്യയുടെ ബാക്ക് ആൻഡ് പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാൻ. ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഐറ്റംസ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തുണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെയാണല്ലേ. ഈ ഓണം നമുക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന വിധം അത്രയും സ്പെഷ്യൽ
സ്പെഷ്യലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം. ടാറ്റാ.